നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രൂഡ് ഓയിൽ പ്ലസ് നമ്മുടെ NG നാച്ചുറൽ ഗ്യാസിൻ്റെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മണ്ടത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. ലേൺ ചെയ്യുക നമ്മൾ സ്ട്രാറ്റജി ഫസ്റ്റ് നമ്മുടെ NG നാച്ചുറൽ ഗ്യാസ് ഓൾറെഡി ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ABC സ്ട്രക്ചറാണ്. നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ ഉള്ളത്. സോ വിതൗട്ട് ന്യൂസ് ഇതിനകത്ത് ഹ്യൂജ് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസസ് കുറവാണ്. മാർക്കറ്റ് ഇപ്പോൾ സ്ട്രക്ചർ അങ്ങനെയാണ്, ന്യൂസ് ബേസ്ഡ് ആണ്. സോ 81.20% ഇന്ന് സപ്പോർട്ട് സോണാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നോക്കാനാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ആ ഒരു ഇത് കണ്ട ഈ ഒരു ഹൈ ഇതെടുക്കുക, കോപ്പി ചെയ്യുക, ആൻഡ് താഴേക്ക് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഈ ഒരു ABC ഇത് അടിച്ചു, ആൻഡ് ദെൻ ABC കഴിഞ്ഞാൽ A കംപ്ലീറ്റ് ആയി, ആൻഡ് ദെൻ ഫുൾ B ആണ്. B എന്ന് പറയുള്ളൂ ഞാനിത്. കാരണം വെച്ചാൽ ഒത്തിരി ടൈം ടേക്കിംഗ് ആണ്. എപ്പോഴും B ശ്രദ്ധിക്കാനുള്ള B കൺസിഡറേഷൻ കൂടുതലുണ്ടാവും Bയിൽ. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈസി കണ്ടുപിടിക്കാൻ പറ്റില്ല, ബട്ട് അത് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്ലോലി നമുക്കത് മനസ്സിലാകും. യെസ്, B ആണ്. B കൺസിഡറേഷൻ കൂടുതലുണ്ടാവും. ബിയുടെ അകത്ത് എപ്പോഴും ഞാൻ പറയാൻ ABC എങ്ങനെ B ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തന്നേക്കാം. വീക്കെൻഡാണ്, എക്സ്പ്ലനേഷൻ എന്തായാലും വേണമല്ലോ. ഇത് A, ഇത് B ആൻഡ് C. ഓക്കെ, ABC കംപ്ലീറ്റ് ആയ ഫുള്ള് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഒരു A കംപ്ലീറ്റ് ആയി, ആൻഡ് ദെൻ ഇത് B ആണ്. പിന്നെ ഇതിനകത്ത് C ഫോം ചെയ്യണം, അത് പിന്നെ. ഓക്കെ, സോ A കംപ്ലീറ്റ് ആയി, ആൻഡ് ദെൻ ഈ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ B ഉണ്ടല്ലോ, ഈ Bയുടെ അകത്തും ABC ഉണ്ടാവണം. അതാണ് റൂൾ, മനസ്സിലായോ? ഇതിൻ്റെ അകത്തും ABC. സോ അതാണ് ഇതിന് നടക്കുന്നത്. ഇത് A, ഇത് B, ഓക്കെ, ആൻഡ് സിയുടെ അകത്ത് 5 മൂവ്സ് കൂടി ഉണ്ടാവും. അതാണ് കോംപ്ലിക്കേറ്റഡ്, അത് ശ്രദ്ധിക്കാനുള്ളത്. സിയുടെ അകത്ത് 5 മൂവ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. സോ അതാണ് ഇപ്പോൾ ഈ C നടക്കുന്നത്. ഇവിടെ സിയുടെ മേ ബി ഇത് 1 2 3 4 5 അതാണ് പറയുന്നത്. B ടൈം ടേക്കിംഗ് ആയിരിക്കും, കൺസിഡറേഷൻ കൂടുതലുണ്ടാവും. സോ അതാണ് അപ്കമിങ് ടൈമിൽ മേജറായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാലുണ്ട് നമുക്ക് പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എൻട്രി എടുക്കാനും ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ അവിടെ എന്താ സെലറായി നിൽക്കണം അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സ് ആയിട്ട് നിൽക്കണമെന്ന് അത് നമുക്ക് ഈസി കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി? ABC സെക്ഷനിൽ മോസ്റ്റ്ലി A and Bയിൽ സെലറായിട്ടാണ് നിൽക്കേണ്ടത്. C സ്റ്റാർട്ട് ചെയ്യുമ്പോൾ C എന്തായിരിക്കും? ഇമ്പൾസീവ് മൂവ്. C എപ്പോഴും ഫാസ്റ്റ് മൂവ് ആയിരിക്കും. സോ Cയിൽ വേണം നമ്മൾ ഓപ്ഷൻ ബയറായിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. റൈറ്റ്, സ്റ്റാർട്ടിങ്ങിൽ തിരക്ക് പിടിക്കേണ്ട ഞാൻ തന്നെ പറയുള്ളൂ. പഠിക്കുക, മോസ്റ്റ്ലി ഇത് തന്നെയാണ്. പഠിച്ചിട്ട് നമുക്ക് സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടേ പിന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാവുള്ളൂ. റൈറ്റ്, സോ ഇതിനകത്ത് എനിക്ക് അതേ തന്നെ പറയാനുള്ളത്. ABC ആയിട്ട് ഇങ്ങനെ ഇതിനകത്ത് അകത്ത് തന്നെ കൺസൾട്ടേഷൻ നടക്കുകയുള്ളൂ. ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ സപ്പോർട്ട്സ് ഇതാണ്, പിന്നെ താഴത്തെ ഒരു സപ്പോർട്ട് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ക്രൂഡ് ഓയിലിലേക്ക് പോകാം. ക്രൂഡ് ഓയിൽ ലാസ്റ്റ് ഇത്രയൊക്കെ നമ്മുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഐ തിങ്ക് ക്രൂഡ് ഓയിൽ. ഓക്കെ, ക്രൂഡ് ഓയിൽ ഇത് ഞാൻ A, ഇത് ബിയുടെ ബൗൺസാണ് ഞാനിപ്പോൾ കാണുന്നത് ക്രൂഡ് ഓയിൽ. സോ ബിയുടെ ബൗൺസ് എങ്ങനെയാണ്? റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ റെസിസ്റ്റൻസ് അബവ് പോവുകയാണെങ്കിൽ മാത്രമേ അപ്പ് സൈഡ്, അല്ലെങ്കിൽ പ്രൈസ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴേക്ക് വരേണ്ടതാണ്. താഴേക്ക് വരണം. ഓക്കെ, എന്നിട്ട് നമുക്ക് പിന്നെ മോസ്റ്റ്ലി ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സ് ന്യൂസ് ബേസ്ഡ് ആണ്. സോ ടെക്നിക്കൽ വർക്ക് ചെയ്യുന്നു, ബട്ട് ന്യൂസ് വന്നാൽ അത് ചിലപ്പോൾ ഷാർപ്പ് ഷൂട്ട് ചെയ്യും, അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക്. അതാണ്. സോ ശ്രദ്ധിക്കണം, ഈസി മൂവ് കിട്ടാൻ ചാൻസസ് കുറവാണ്. ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പ്ലേ ചെയ്യാൻ. ക്രൂഡ് ഓയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഐ തിങ്ക് വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല, ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തതാണ്. ഓക്കെ, ക്രൂഡ് ഓയിലിൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ. നിഫ്റ്റി സ്റ്റാർട്ട്, നമ്മുടെ നിഫ്റ്റിയാണ് ഇപ്പോൾ എല്ലാവരും തലവേദനയായി കിടക്കുന്നത്. റൈറ്റ്, ലാസ്റ്റ് വീഡിയോ ഞാൻ ഇത്രയൊക്കെ ഷെയർ ചെയ്തായിരുന്നു. നിഫ്റ്റി ഐ തിങ്ക് വേറെ ഒന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ബട്ട് സ്മോൾ ടൈം ഫ്രെയിം നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞായിരുന്നു, ഒരാൾ C എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇത് നിഫ്റ്റി താഴേക്ക് വരുന്നത് ഇത് 1 2 3 4ത്തിൻ്റെ ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. 4th ആൻഡ് താഴേക്ക് വീണ്ടും 5th കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും നിഫ്റ്റിയിൽ. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ഞാനിപ്പോൾ കാണുന്നത് സ്മോൾ ടൈം ഫ്രെയിം ആൻഡ് ബിഗർ ടൈം ഫ്രെയിം രണ്ടും ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇത് 1 2 ഡേ ബൗൺസ് ആൻഡ് 3, ഇത് 4 ഡേ ബൗൺസ്. 4 ഡേ ബൗൺസ് കണ്ട 2 ഡേ അപ്പുറത്ത് പോയാൽ ഇത് പിന്നെ SL പോയി, പിന്നെ മേ ബി ചാൻസസ് പ്രൈസ് പിന്നെ ബുള്ളിഷ് ആവാൻ ചാൻസസ് ഉണ്ടാവും. കേട്ടോ, ശ്രദ്ധിക്കുക. ദാറ്റ് മീൻസ് ആ ഒരു സെനേറിയോ ഇത് 4th ആയി ആൻഡ് 5th ഇവിടെ തന്നെ ഫെയിലിയർ ആയി എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ലോ ഇപ്പോൾ സിറ്റുവേഷൻ ഏതാണ് 23,070 or 80 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ താഴേക്ക് പ്ലേ ചെയ്യുക. അത് ഡബിൾ ബോട്ടം, പിന്നെ 111%. അങ്ങനെ 5th നമുക്ക് നോക്കാം. മേ ബി ഗ്യാപ് ഡൗൺ, മൺഡേ ഗ്യാപ് ഡൗൺ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ 127. അങ്ങനെ ഫർദർ നമുക്ക് ലെവൽ നോക്കാം. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക,
ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ആൻഡ് പ്രൈസ് ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ അപ്പോൾ ഇൻട്രാഡേ സ്മോൾ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ആൻഡ് പ്രൈസ് ഓക്കെ ഇതിൻ്റെ അബവ് പ്രൈസ് പോകും. സോ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ അബവ് 23,330 അബവ്. സോ നമുക്ക് എന്ത് ചെയ്യുക, ആ സമയത്ത് നമുക്ക് പ്രൈസ് ബുള്ളിഷ് സൈഡിലേക്ക് പ്ലേ ചെയ്യുക. ആ ഒരു സിനാരിയിൽ ഇത് ഫിഫ്ത്ത് ഫെയിലിയർ ആയി എന്ന് പറയാം, ഫിഫ്ത്ത് ഫെയിലിയർ ആയി ഇവിടെ പറയാം. ഓക്കെ, സോ 1 2 3 4 ആൻഡ് ദെൻ ഇത് ഫിഫ്ത്ത് ഇത്ര സ്മോൾ ഉണ്ടായുള്ളൂ, ഫിഫ്ത്ത് ഫെയിലിയർ ഉണ്ട് ആൻഡ് പ്രൈസ് ബുള്ളിഷായി. ആൻഡ് ദെൻ ഇത് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ABC ആയിട്ട് റീഡ് ചെയ്യാവുള്ളൂ, ABC ആയിട്ട് റീഡ് ചെയ്യാവും. കാരണം പ്രൈസ് നോക്കിക്കോ എങ്ങനെയാണ് പോയത്, എങ്ങനെ പ്രൈസ് ഇവിടുന്ന് പോയത് 1 2 3, ദാറ്റ് മീൻസ് ABC ആയിട്ട്. പിന്നെ ഫോർത്ത് 2 ഡേ ലോ ബ്രേക്ക് ചെയ്തു ആൻഡ് ടൈം ടേക്കിംഗ് ആണ് ഫോർത്ത്, കുറച്ച് കൂടുതൽ ടൈം ടേക്കിംഗ് ആണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കുക എപ്പോഴും. ഓക്കെ, 2 ഡേ ലോ ബ്രേക്ക് ചെയ്തു ആൻഡ് ടൈം ഒത്തിരി എടുത്തു, കൺസോളിഡേഷൻ കൂടുതലായി പോയി ഫോർത്തിൽ. സോ അത് പിന്നെ ഫോർത്ത് അല്ല, ദാറ്റ് മീൻസ് അത് ABCയുടെ A കംപ്ലീറ്റ് കഴിഞ്ഞു, 3 മൂവ്സ് A ആയി ആൻഡ് ദെൻ വീണ്ടും താഴേക്ക് വരുന്നു B. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഫർദർ മൂവ് നോക്കാം. ഓക്കെ, സോ കൺഫ്യൂഷൻ ഉണ്ടാകും, ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. സോ ഇത് റെസിസ്റ്റൻസ് ആണ്, ഈ റെസിസ്റ്റൻസ് അബവ് പോവുകയാണെങ്കിൽ ഏതാ 23,340 അബവ്. സോ ബുള്ളിഷ് സൈഡിലേക്ക് നോക്കുക ഇൻട്രാഡേ പർപ്പസിൽ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ബിലോ ഇത് സപ്പോർട്ടാണ്, ഇതിൻ്റെ ബിലോ പോയ വീക്ക്നെസ് ആണ്. സോ ഫർദർ ഡൗൺ സൈഡ് നോക്കുക, ഈ ഡബിൾ ബോട്ടം പിന്നെ ഫർദർ ഡേ സപ്പോർട്ട് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ഇപ്പോൾ ഈ ഡബിൾ ബോട്ടത്തിൻ്റെ ഒരു ഫോമിംഗ് ആണ്. ഓക്കെ, ആൻഡ് ഡബിൾ ബോട്ടത്തിന് ഫോർമിംഗ് ആണ്. ഡബിൾ ബോട്ടം എപ്പോഴും ശ്രദ്ധിക്കുക, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ആണ് ഡബിൾ ബോട്ടം. സോ ആ ഒരു സിനാരിയോയിൽ പ്രൈസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഡബിൾ ബോട്ടം ഫോം ആയിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി താഴേക്ക് വന്നതാണോ നമുക്കൊരു ഒരു സിനാരിയോ ചാൻസസ് ഉണ്ടാവും കേട്ടോ. ട്രാപ്പ് ചെയ്ത് എല്ലാവരുടെ ഇവിടെ കണ്ടോ ഇതിൻ്റെ ലിക്വിഡിറ്റി ലാസ്റ്റ് ഈ ക്യാൻഡലിൻ്റെ ലിക്വിഡിറ്റി എടുത്തേക്കാനാണ് ഇവിടെ. ഓക്കെ, സോ ഇതാണ് ഞാൻ അന്ന് ലാസ്റ്റ് പറഞ്ഞത്. ബട്ട് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഗ്യാരൻറ്റി ഒന്നുമില്ല, ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ്. ഇൻ കേസ് പോവുകയാണെങ്കിലും സോ പ്രൈസ് ഡബിൾ ബോട്ടം ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ടാകും. അത് അന്ന് ഈ ഒരു സിനാരിയോ ഇവിടെ കണ്ടായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് മാർച്ച് ഏപ്രിലിൽ ലാസ്റ്റ് ഇയർ എൻ്റെ റെഗുലർ സബ്സ്ക്രൈബേഴ്സ് ആ സമയത്ത് കണ്ടായിരുന്നു. പ്രൈസ് കണ്ട മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് ഈ ക്യാൻഡൽ ലിക്വിഡിറ്റി എടുത്തു വന്ന് സഡൻ പിന്നെ റാലി. സോ ഇവിടെ തന്നെ ഡബിൾ ബോട്ടം ഉണ്ടാക്കാൻ ചാൻസസ് കുറവാണ്. ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെയും ചാൻസസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ നോക്കി പ്ലേ ചെയ്യുക. ആൻഡ് വീക്ക്നെസ് ഉണ്ട്, ബുള്ളിഷ് സൈൻ ഒന്നും കാണുന്നില്ല, ഉള്ള കാര്യം പറയാം, ബുള്ളിഷ് സൈൻ ഒന്നും കാണുന്നില്ല എനിക്കും. ബട്ട് യെസ്, ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നല്ല ഒരു ചാൻസസ് ആണ്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റിൽ. ഓപ്ഷൻ CP ബൈ ചെയ്യരുത്, കാരണം വെച്ചാൽ അത് വോളറ്റൈൽ കൂടുതലാണ്, പെട്ടെന്ന് പ്രീമിയം മെൽട്ട് ആകും. ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും, നമ്മുടെ ഫണ്ട് സേഫാണ്. നമ്മൾ ഇത്ര താഴെയാണ് നമ്മൾ എടുക്കുന്നത്, കാരണം എത്ര 26,000 ആണ് നമ്മുടെ ഇത്. ലാസ്റ്റ് ലെഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ഹൈ ഇതാണ്. അപ്പോൾ ആഡ് എപ്പോഴും ചെയ്യുമ്പോൾ 500 or 1,000 പോയിൻറ്റ്സിലാണ്. പെർസെൻറ്റേജ് വൈസ് ഫോൾ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് ഫുൾ ആഡ് ചെയ്യരുത്, കുറച്ച് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി, ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി, താഴെ കുറച്ച് ക്വാണ്ടിറ്റി. ആൻഡ് ഇതിൻ്റെ ബിലോ പ്രൈസ് പിന്നെ പോകാൻ പാടില്ല, അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ശരിക്കും ഇതിൻ്റെ ബില്ലോ പോകാൻ പാടില്ല. ഇതിൻ്റെ ബില്ലോ പോയാൽ പിന്നെ ഞാൻ വീണ്ടും ശ്രദ്ധിച്ച് കേൾക്കുക, അത് ഇൻ കേസ് ഈ ഒരു ലോ ഇവിടുത്തെ ഇവിടുന്ന് ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ പ്രൈസ് തിക്കാക്കി മാർക്കറ്റ് ഈ ഒരു ഏരിയ പോയിന്റ് വൈസ് ഇപ്പോൾ പറയാൻ പറ്റില്ല, ന്യൂസ് ബേസ്ഡ് ആണ് മാർക്കറ്റ്. ഇൻ കേസ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൈസ് എവിടെയെങ്കിലും വരാനുള്ള ചാൻസസ് ഉണ്ടാവും, മനസ്സിലാകും ഈ ഒരു ഏരിയയിൽ. സോ അത്രയ്ക്ക് ഹ്യൂജ്. പിന്നെ ഇവരുടെയൊക്കെ സപ്പോർട്ട്സ് ഇല്ലല്ലോ, സപ്പോർട്ട് എവിടെയും കാണുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയ മാത്രമേ പിന്നെ സപ്പോർട്ടുള്ളൂ, കണ്ട ഈ ഒരു ഏരിയ മാത്രമേ പിന്നെ സപ്പോർട്ട്, ഇവിടെ എവിടെയെങ്കിലാണ് പിന്നെ സപ്പോർട്ട് കാണുന്നുള്ളൂ, ആ ഏരിയ ബ്രേക്ക് ചെയ്താൽ. സോ അതാണ് ഞാൻ പറയുന്നത്, മാർക്കറ്റ് ഹോപ്പ് ഇവിടെ എവിടെയെങ്കിലും എടുക്കണം. ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഏരിയ. അല്ലെങ്കിൽ പിന്നെ മാക്സിമം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ നമുക്കും പിന്നെ മാർക്കറ്റിനും എല്ലാത്തിനും നല്ലതാണ്. ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഹ്യൂജ് ഡൗൺ സൈഡാണ്. പിന്നെ നോക്കാം. പിന്നെ ഇവിടെ നിന്ന് എന്തോ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനൊക്കെ വരുന്നുണ്ട്, ലോജിക്കൊന്നും ഇല്ല, ബട്ട് യെസ് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ്. ഇതുണ്ടോ? സോ വരച്ച് വെക്കുക. നമുക്ക് എവിടെ നിന്ന് നമുക്ക് ചാൻസ് കിട്ടുന്നത് അവിടെ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. സിറ്റുവേഷൻ കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് കൂടുതൽ ട്രിക്കിയാണ്. ലോജിക്കലി പ്രൈസ് ഇവിടെ നിന്ന് ബൗൺസ് വരേണ്ടതാണ്, ബൗൺസ് ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ,
സോ ഇനി നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കിടക്കാം. പിന്നെ മറ്റേ ലേണിംഗ് വീഡിയോ മേ ബി ഞാനിപ്പോൾ ഫ്രീ ആണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഫ്രീ ആണ്. കുറച്ച് വീക്കെൻഡ് 2 ദിവസം കുറച്ച് പെരുന്നാളുടെ ഇതിൽ ബിസി ആയിരുന്നു. സോ ബട്ട് ഇനി ഫ്രീ ആയി ലേണിംഗ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എല്ലാവരും കൂടി മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് റെഡി ആവുക. അടുത്ത ലേണിംഗ് വീഡിയോ വരുന്നുണ്ട്. സൂൺ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാം. ഓക്കെ. ബാങ്ക് നിഫ്റ്റിയിലും അങ്ങനെ തന്നെ. ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട്സ് ചെയ്തൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് റെസിസ്റ്റൻസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, അത് റെഡാക്കി മാർക്ക് ചെയ്തു. ഓക്കെ. ബുള്ളിഷ്നെസ് ഒരു പുടുക്കിയില്ല മാർക്കറ്റിൽ. ന്യൂസ് വന്നാലേ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷ് ആവുള്ളൂ, അല്ലെങ്കിൽ വീക്ക്നെസ് ആണ്. ഓക്കെ, ഈ ഒരു കാര്യം മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. സോ ബുള്ളിഷ് പൊസിഷൻ വെക്കുന്നത് തന്നെ ഒരു ഇതായിരിക്കുള്ളൂ, സ്മോൾ ടൈം ഫ്രെയിം ബേസിസിൽ ഞാൻ. ഓക്കെ, സെൻസെക്സ് പോകാം. എല്ലാത്തിൻ്റെ ലെവൽസൊക്കെ എല്ലാം മാർക്കാണ്. നമ്മൾ അന്ന് ഉദ്ദേശിച്ച പോലെ തന്നെ പ്രൈസ് ഒരു ബൗൺസ് കിട്ടി നമുക്ക്. ഇനി മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ്, എന്തെങ്കിലും ന്യൂസ് വന്നാൽ നമുക്ക് വെരി ഗുഡ്, അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെയാണ്. ഓക്കെ, സോ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സസ് അങ്ങനെ ഡബിൾ ബോട്ടം പോലെ ഒരു ഫോം ചെയ്യുന്നതാണ്. എന്തെങ്കിലും ന്യൂസ് അവിടെ നിന്ന് നല്ല ഗുഡ് ന്യൂസ് വന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചാൻസസ് ഉണ്ടാകും, അല്ലെങ്കിൽ വീണ്ടും താഴെ ഇഷ്ടം പോലെ ലെവൽസ് ഉണ്ട്. പിന്നെ വീക്ക്നെസ് ഉണ്ട് മാർക്കറ്റ് വൈസും, പിന്നെ ന്യൂസ് ബേസ്ഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി വീക്ക്നെസ് ആണ്. മീൻസ് ഗുഡ് ന്യൂസ് ഒന്നും വരുന്നില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് മീൻസ് വാർ ബേസിൽ എന്തെങ്കിലും ഗുഡ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിവേഴ്സൽ കാണും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പ്രൈസ് ഓപ്പൺ ആണ്, താഴേക്ക് ഫോർ ദ ലെവൽസ് അത് ക്ലിയർ ആണ്, അതാണ്. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.